പുളിയിഞ്ചി തയ്യാർ. നമുക്കിന്ന് പുളിയിഞ്ചി ഉണ്ടാക്കാം. ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്, 3 തണ്ട് വേപ്പില, 1 പച്ചമുളക്, ചെറിയ ഒരു സവോള ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, ഒരു നെല്ലിക്ക കഷ്ണമുള്ള പുളി, 3 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കടുകിടാം. അതൊന്ന് പൊട്ടട്ടെ. 2-3 ഉലുവ ഇട്ടു. അതിലേക്ക് വേപ്പിലിട്ട് ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഇടുന്നത്. നമ്മുടെ കയ്യിൽ പച്ചമുളക്, ഉള്ളി, ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ഇട്ടു. അതൊന്ന് മുരിഞ്ഞോട്ടെ. ഇതുപോലാകണം, കണ്ടോ? ഈ കളറാകണം. അതിലേക്ക് നമ്മൾ പുളിയുടെ വെള്ളം ഒഴിക്കുകയാണ്. ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങട്ടെ. ഇപ്പോൾ പുളിവെള്ളത്തിൽ കിടന്ന് ഇതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങും. ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി, വെല്ലം ഇട്ടു. ഇത് നല്ലപോലെ ഒന്ന് കുറുക്കട്ടെ. നമ്മൾ ആച്ചി കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് യൂസ് ചെയ്യാം ആച്ചി കായപ്പൊടി. ഞാനിത് താഴേക്ക് എടുത്ത് വെക്കുന്നതിന് മുമ്പ് കായപ്പൊടി ഇച്ചിടും. കായപ്പൊടി ഒരു ടേസ്റ്റ് വരാം. ഒരു ഉപ്പിച്ച കുറവുണ്ടെന്ന് തോന്നുന്നു, അതിന് ഇച്ചിരി കൂടെ ഉപ്പൂടെ ചേർത്തു.